നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള വ്യത്യസ്തമായ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് കല്ലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകൂടി അകത്ത് ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ കല്ലമ്പള്ളി ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. രാവിലെ മേച്ചിരി പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് പുറത്ത് പോയിരിക്കുകയായിരുന്നു. ഇവരെന്തോ തടി ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന സമയത്ത് എന്തോ ഒരു കുഞ്ഞു അതിഥികളെ കണ്ടു എന്ന് എന്നെ വിളിച്ചു. അപ്പോൾ സാറ് വെപ്രളപ്പെട്ട സുരേഷ് പെട്ടെന്ന് എന്നോട് കുറേ കുഞ്ഞുങ്ങൾ അതിഥി ഇങ്ങനെ മേച്ചിരിമാറ്റി തടിയെടുത്തപ്പോൾ അപ്പോൾ ഞാൻ സാറെ പേടിക്കേണ്ടതില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളാവണമെങ്കിൽ നീർക്കോലിയോ ചുവർപ്പാമ്പോ കാട്ടുപാമ്പോ അല്ലെങ്കിൽ ചേരയോ അങ്ങനെ എന്തെങ്കിലും ആവാം എന്ന് പറഞ്ഞു. അപ്പം നല്ല സുരേഷ് വേറെ ഒത്തിരി ഉണ്ടെന്ന്. അപ്പം എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. അവർ നമുക്ക് കൊണ്ട് വരുന്നത് നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെട്ട് നമ്മുടെ പണി കണ്ട ചേട്ടന്മാരൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. നമസ്കാരം സാർ. സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? എന്നെ വിളിച്ചപ്പോൾ എവിടെ നിന്നാണ് വിളിച്ചത്? കല്ലമ്പള്ളി ജംഗ്ഷനിൽ നിന്നിട്ടാണ് വിളിച്ചത്. വിളി കേട്ടപ്പോൾ എനിക്ക് തന്നെ പേടിക്കുന്നത്. ഞാൻ വിളിച്ചു ഞാൻ ഇനി വെറൈറ്റി ആയിട്ടുള്ള വേറെ ഐറ്റംസ് വല്ലതും ആയിരിക്കും. ഇതെന്ത് ഇത് പണിക്കാരെ അവർ നോക്കിക്കൊണ്ടിരുന്ന തടി എടുത്തപ്പോൾ ഒരു പലതും പോകുന്നു കുട്ടികൾ ഇരിക്കുന്നത്. ഇത് കേട്ടപ്പം തന്നെ ഞാൻ എന്നെ ഫോൺ ചെയ്തത്. അങ്ങനെയാണ് ഭാവം. സന്തോഷം. നിങ്ങളാണോ കണ്ടത്? എവിടെയാണ് സ്ഥലം? ആര്യനാട്. ഇത്രയും വലിയ പാമ്പുകളുള്ള സ്ഥലത്ത് നിന്ന് പറഞ്ഞവർക്ക് ഇവിടെ ചെറിയ പാമ്പിനെ കണ്ട് പേടിയോ? ദേഹം ആര്യനാട് രണ്ടുപേരും അടിപൊളി. ദേഹം കവടിയാർ അടിപൊളി. ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞേ? കണ്ടത്. അതിനുശേഷം ഇതെല്ലാം നേരത്തെ ക്ലീൻ ചെയ്തു, മാറ്റി വെച്ചു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇപ്പോൾ ഈ സ്ഥലം നമുക്കറിയാം, ഇതൊരു ഓടയാണ്, അപ്പുറത്തെ പറമ്പാണ്. ഇപ്പോൾ ഇവിടെ ചേരയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമാണ്. നീർക്കോലിയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമാണ്. ചുവർപ്പാമ്പിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ മൂർഖനില്ല എന്ന് പറയരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്പുറത്ത് ഒരാഴ്ചയ്ക്ക് മുന്നേ അപ്പുറത്തുനിന്ന് മൂർഖനെ എടുത്തിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കുറച്ച് പണികൾ ബാക്കിയെല്ലാം ഇവർ തീർത്തു. നമുക്കപ്പോൾ ഈ സാധനങ്ങളൊന്ന് പുറത്തേക്ക് ഇറക്കി നോക്കാം. എന്ന് വെച്ചാൽ നീർക്കോലി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞുങ്ങൾ അറിയാമല്ലോ, 60-62. നമ്മളൊരിക്കൽ ആലപ്പുഴയിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്ന നീർക്കോലി എൻ്റെ വീട്ടിൽ എത്തിയത് മുട്ടയിട്ടത് 60-ന് മേളിൽ മുട്ടയിട്ടതാണ് ആ നീർക്കോലികൾ. ഈ അടുത്ത കാലത്തും 48-50 മുട്ടയിട്ടൊരു ഒരു നീർക്കോലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പുറത്തോട്ട് മാറ്റി നോക്കാം. നമുക്കവിടെ ചാരി വെച്ചാൽ മതി. അങ്ങനെ തന്നെ അത് വെളി വെക്കണോ? വെളി വേണോ? വേണ്ടല്ലോ, ഇവിടെ തന്നെ വെച്ചാൽ പോരെ. നിങ്ങളെ സൗകര്യം വേണ്ട, എൻ്റെ സൗകര്യം നിങ്ങളെ സൗകര്യം. ഇതാ അല്ല, അത് കുഴപ്പമില്ല, കടിച്ചാലും കുഴപ്പമില്ല, മൂർഖനല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇതാ അത് നോക്കണ്ട അതിനെ നിങ്ങൾ നോക്കണ്ട. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണവിടെ ഉണ്ട്. എവിടെ ഒന്ന് കണ്ടു നമ്മൾ പെട്ടെന്ന് ചെറിയൊരു സാധനം എന്താണെന്ന് കണ്ടില്ല, എൻ്റെ ഇവിടെ പെട്ടെന്ന് പോയി. ഇതാ ഞാൻ കുത്തിന് വെച്ചാലും കുഴപ്പമില്ല. അടിപൊളി. തലയിട് നോക്കിയതാ, പക്ഷേ ഈ ഇരിക്കുന്ന ചുരുട്ട, ഈ തലയിടുന്നത് നീർക്കോലി. അതാ പോയി. ഇത് ചുരുട്ട. ഇതാണ് കണ്ടത്? ഇത് തന്നെ കണ്ടത്? ഇതായിരിക്കുന്നു ഒന്ന്. അപ്പോൾ ഇവർ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടെന്ന് ഒരു വലുതിനെയും കണ്ടത്. അപ്പോൾ വലുതിനെ കണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് സംശയമായത് ഇനി വേറെ എന്തെങ്കിലും ഐറ്റം ആണോ. എന്താ ഇവിടെ ഇരിക്കുന്ന ചുവർപ്പാമ്പാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ ഇവിടെ തല കണ്ടത് നീർക്കോലി. അതിന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാൻ നീർക്കോലിയുടെ തലയാണ് ഇവിടെ കണ്ടത്, ചെറിയ കുഞ്ഞു നീർക്കോലിയുടെ. കാരണം നീർക്കോലി അതിഥികൾ മുട്ടയിട്ട് കുഞ്ഞു വിരിത അതൊന്ന് ചത്തിരിക്കുന്നു. അല്ല, ഇതാ നീർക്കോലി, നീർക്കോലി.
ആശാമ്പര ഇതാ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുന്നത് എന്തായാലും ഈ തടി എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ എൻ്റെ അടിയിൽ ചപ്പി അതെ ഒരാൾ ഇതാ പോകണം, ഒരാൾ ഇതാ പോകണം. ഇതേണ്ട, ഇത് നീർക്കോലിയാണ്, പൊളവൻ. കണ്ടോ, ചെക്കയിലെ കീൽ ബാക്ക് സ്നാക്കിൻ്റെ കുഞ്ഞ്. ഇത് ഇന്നലെ മെനിയാന്ന് ഇന്ന് ഒരാഴ്ച കൊണ്ട് എൻ്റെ വാട്സാപ്പ് മൊബൈലിലേക്ക് ഇതിൻ്റെ ഈ കുഞ്ഞുങ്ങളെ ഇതേ സെയിം സാധനം കോഴിക്കോട്, മലപ്പുറം, അങ്ങനെ കൊല്ലം, ആലപ്പുഴ ചിലതൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സാന്നിധ്യം ഒരുപാട് വീട്ടിനകത്ത് കാണുന്ന പറഞ്ഞ് എന്നെ വിളിച്ചതായി. ഇതുണ്ടോ, ഇത് 3 കുഞ്ഞുങ്ങളായി. കണ്ടോ, 2 കുഞ്ഞുങ്ങൾ. ഇതാണ്ടോ 2 കുഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഒരെണ്ണം കണ്ടു. അടിപൊളി. ഇതാ ഒരാളിതാ 3. ഇത് ചുരുട്ട. കണ്ടോ, ഇത് 3 നീർക്കോലിയിടും. എനിക്ക് തോന്നുന്നത് ചുരുട്ട സാധാരണ തടിയൊക്കെ അടുക്കി വയ്ക്കുമ്പോൾ അവിടെയൊക്കെ ഇരിക്കാം. ഇത് കണ്ടോ, ചുവർ പാമ്പ്, ചുരുട്ട. ഇതൊരിക്കലും ഇവർ തമ്മിൽ പരസ്പരം കഴിച്ചിട്ടില്ല. പക്ഷേ പരസ്പര പൂരങ്ങൾ ഇത് കഴിച്ചു ഈ ചുവർ ഇതിനെ ഇത് പിടിക്കാം സാധ്യത കൂടുതൽ. പക്ഷേ ഇത് ചെറുതാണ്. ഇത് എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഇവിടെ ഇത് അറിയാമല്ലോ, നമുക്ക് നീർക്കോലിയുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 10-40. ഇപ്പോൾ താഴെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓലിയാണ്, ചെറിയൊരു തോടാണ്. ആ തോടിന് മറ്റേ കൈത്തോടെന്ന് പറഞ്ഞാൽ മറ്റ് തോട്ടിലേക്ക് പോകുന്ന സാധനമാണ്. ഇതുണ്ടോ, ചുവർ പാമ്പ് നന്നായിട്ട് കടിക്കും. ഇത് ചെക്കയിൽഡ് കീൽ ബാക്ക് സ്നാക്ക് എന്നറിയപ്പെടുന്ന നീർക്കോലിയുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും ഇപ്പോൾ 3 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി വേറെയും കാണാം. ഇവിടെയൊക്കെ തടിയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഇരിക്കാം, അപ്പുറത്തോട്ടൊക്കെ ഇരിക്കാം സാധ്യത കൂടുതലാണ്. ഇതുണ്ട്, ഇത് നന്നായിട്ട് കടിക്കുന്നത്. നീർക്കോലിയുടെ കുഞ്ഞ് നന്നായിട്ട് കടിക്കാം. ഈ ചുവർ പാമ്പ് നന്നായിട്ട് കടിക്കും. ഇതുണ്ടോ, നീർക്കോലിയുടെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ 2 സൈഡിൽ ചുമന്ന കളറിലും നമുക്ക് ചെക്കയിൽ കീൽ ബാക്കിൻ്റെ കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. ഇതിന് ചെറിയ ഒരു ഷെയ്ഡ് കളർ വ്യത്യാസമാണ്. കേട്ടോ, ഈ സൈഡിൽ ഇത് നീർക്കോലി. ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനത്തെ കളറിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ നീർക്കോലിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കുന്നതാണ്. തലയും വാലും ഒക്കെ നോക്കി ഇത്ര നീളമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇത് 3 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയും കാണാം. 10-30 കുഞ്ഞുങ്ങൾ, 40 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാം. അത് ചിലപ്പോൾ ഇവിടെ ഇവിടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. തോടായതുകൊണ്ട് അപ്പുറത്ത് തോട്ടിൽ കൂടെയൊക്കെ അങ്ങോട്ട് ഒലിച്ച് പോകാം. ചിലപ്പം ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടികൾ കയറി മരണപ്പെടാം. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ആൾക്കാർ നടന്നു പോകുമ്പോൾ റോഡിൽ കിടന്ന കണ്ട് ചവിട്ടി ചപ്പിപ്പോവാം. അതുപോലെ ചെക്കയിൽഡ് കീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന നീർക്കോലി എന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന പൊളവൻ എന്നൊക്കെ ഒരുപാട് പേര് ഞാൻ നോക്കുന്നത് ഇത് എങ്ങോട്ടും പോകുന്നുണ്ടെന്നാണ് നോക്കുന്നത്. ചെക്കയിൽഡ് കീൽ ബാക്ക് സ്നേക്ക്, നീർക്കോലി, വാട്ടർ സ്നേക്ക്, പൊളവൻ, ഇങ്ങനെ കുറേ പേരെല്ലാം അറിയപ്പെടുന്നു. ഇതെല്ലാം ഒരു സ്പീഷീസ് തന്നെ. ഇതൊന്നും വെനമസ് അല്ല. ഇത് കടിച്ചു നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടി കൊച്ചു മക്കൾ. ഇന്ന് എനിക്ക് തോന്നുന്നൊരു 6 വയസ്സുള്ളൊരു കൊച്ചു കൊല്ലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ വാട്സാപ്പിൽ നോക്കിയാലേ അറിയുള്ളൂ, കാണാതെ ഓർമ്മയില്ല. കടി കിട്ടിയിട്ട് കൊച്ചു കുട്ടിയുടെ കാലിൽ കടി കിട്ടിയിട്ട് അതിനെ അവർ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് പേടിക്കേണ്ടെന്ന്. ഇത് ചുവർപ്പാമ്പ്. ഇത് നന്നായിട്ട് കടിക്കുന്നു, അറിയാമല്ലോ, നന്നായിട്ട് കടിക്കണ്ട. ചുവർപ്പാമ്പിൻ്റെ കടി കിട്ടിയാൽ ഭയപ്പെടേണ്ടതില്ല, ടെൻഷൻ്റെ ആവശ്യമില്ല. വേറെ പ്രത്യേകത ഇതിൻ്റെ വയറ്റിൽ മുട്ട കിടക്കുന്നുണ്ടോ, അതാണ്ട മുട്ട തയ്യാറായി വരുന്നുള്ളൂ. നോക്കി ഇത് നന്നായിട്ട് കടിക്കും. കടിച്ച മതി, വേറെ കുഴപ്പമൊന്നും ആർക്ക് കടിച്ചാലും ഒരു കുഴപ്പമില്ല. ഇത് നോക്കിയത് ചുവർപ്പാമ്പിൻ്റെ കടി ആർക്ക് കിട്ടിയാലും ഒരു പേടിക്കേണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ കടികൾ വെനമസ് അല്ല എന്ന് നമ്മൾ ബോധവൽക്കരിക്കുകയാണ്. ഇതിൻ്റെ കടി കിട്ടുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതാണ് ചുവർപ്പാമ്പ്, ഇത് കടിച്ചു കണ്ടോ, ചുവർപ്പാമ്പ്. ഇത് ഇതുപോലത്തെ ഡിസൈനിൽ വേറെ വെനമുള്ള പാമ്പുകൾ നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ കറുപ്പിൽ വെള്ളം വരേണ്ടെങ്കിൽ ശംഖുവരൻ. അപ്പോൾ ഇത് നമുക്കറിയാം, നീർക്കോലി സാധാരണ ഇതിൽ നമുക്ക് 30, 40, 50, 60 മണി സൈസ്. അവൻ്റെ സൈസ് ചേർന്നാണ് അതിൻ്റെ മുട്ടകൾക്കും വലിപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ കുഞ്ഞ്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളിൽ ചെറിയ മുട്ടകളാണ്. അപ്പോൾ ഈ ചെറിയ മുട്ട ഇടുമ്പോൾ അതിന് 10, 40, 50, 60 കുഞ്ഞുങ്ങളൊക്കെ ഇട്ട സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് വേണം ഒരു 10, 30 കുഞ്ഞുങ്ങളുണ്ടായിരുന്നിരിക്കും. ഇവിടെ 30 ഇങ്ങോട്ട് കയറി വരണം നിർമ്മല. ആ റോഡിൽ കൂടെ വന്ന സമയത്ത് തോട് ക്രോസ് ചെയ്യുക അങ്ങനെ ഇവിടെ പണിക്കാർ സ്ഥിരം കുറച്ച് ദിവസം പണിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ പണി തുടങ്ങി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 5 6 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് താഴെയുള്ള പ്രായം മാത്രമേ ഇതിനുള്ളൂ. നോക്കൂ, ചെക്കയിൽ ഇത് നോക്കില്ല. ഇദ്ദേഹത്തിൻ്റെ ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പരിസരം ഇതുപോലത്തെ അധികം കണ്ടാൽ കൊല്ലരുത്. ധൈര്യമായിട്ട് നിങ്ങളൊരു ചൂല് വെച്ച് കൊടുത്താൽ ചൂലി കയറും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂലിൽ നിന്നൊരു ബക്കറ്റിലോട്ട് കുടഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയാം. ഇതൊന്നും വെനമസ് അല്ല നോക്കുള്ളൂ. പിന്നെ അതുള്ള ചുവർ പാമ്പ് അറിയാലോ, നമുക്ക് 4 മുതൽ 8 മുട്ട വരെ ഇതേ കിട്ടിയത് എനിക്ക് കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. എനിക്ക് ഇനി എൻ്റെ അനുഭവങ്ങൾ മാത്രം നമ്മളിവിടെ പങ്കുവെക്കും. നമ്മൾ അല്ലാതെ മറ്റുള്ളവരെ ആസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഉള്ള ചുവർ പാമ്പിൻ്റെ അല്ല ഊൾസ്നേക്കിൻ്റെ മുട്ടയിടുന്നതിൻ്റെ കണക്കല്ല പറയുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സാധാരണ ആൾക്കാരുടെ വീടുകൾക്കകത്ത് കിച്ചൺ കബോർഡിനകത്തും ഒക്കെ വന്നിരിക്കുന്ന അതിഥിയാണ് ഇദ്ദേഹത്തിൻ്റെ നോക്കി. ഇദ്ദേഹത്തിൻ്റെ കടി അപാരമാണ്. നല്ല കടിക്കണ്ട, നല്ല കടിക്കുക. ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയാൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ എന്താ പറയുക, ഇത് മനഃപൂർവ്വം കടിപ്പിക്കുന്നത്. നമ്മളെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതുകൊണ്ട് ഇത് സാധാരണ ഇത് ഒരുപാട് ഈ ആഴ്ചയിൽ ഈ മാസത്തിലൊക്കെ ഒരുപാട് ചുവർപ്പാമ്പിൻ്റെ കടി കിട്ടിയിട്ട് ആളുകൾ പേടിച്ചോടി പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയി. ഒരുപാട് പ്രൈവറ്റിൽ എല്ലായിടം ഒരുപോലെയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിലൊക്കെ വന്ന് അഡ്മിറ്റ് ആവുന്നു. പേടിച്ചിട്ടാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ അവരോട് പറയാം, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇത് വെനമസ് അല്ല. എന്നെ വിളിക്കുമ്പോൾ തന്നെ ഫോട്ടോ അയക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു കൊടുക്കും, പേടിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കടിച്ചാൽ നോക്കിക്കൊള്ളുക, ബ്രൗൺ കളറിൽ
യെല്ലോ ബാൻഡ് നോക്കിയോ, ചെറിയ ബാൻഡായിട്ട് പറയാനില്ല, എന്നാൽ ബാൻഡായിട്ട് തന്നെ പറയാം. ചെറിയ ഡോട്ടുകൾ, ഇതിൻ്റെ ചെറുതാണെങ്കിൽ ഡോട്ട് ചെറിയ ഡോട്ടായിരിക്കും. വളർന്നു വരുമ്പോൾ നല്ല കുറുകെ ഇങ്ങനെ വര വരുന്നു. നോക്കിയോളൂ, കടിച്ചുമ്പോൾ ഒരു പ്രശ്നവുമില്ല. നോൺ വെനമസ് ആണ്, ഒരു പ്രശ്നമില്ല. ആർക്ക് കടിച്ചാലും ഇതിൻ്റെ കടിയേറ്റാലും മെഡിസിൻ്റെ ആവശ്യമില്ല, മരുന്നിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് ഞെക്കി കഴുകി കളയുക. അന്നോ പിറ്റന്നോ TT എടുത്താൽ. പക്ഷേ ഇതായിരിക്കണം, ഇത് ചുവർപ്പാമ്പ് കണ്ടിട്ട് പാമ്പ് ഇതാണെന്ന് തിരിച്ചറിയണം. ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, ഇപ്പം നമുക്ക് വിദേശ ഇനം പാമ്പുകളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഏകദേശം ചെറിയ പാറ്റേണെങ്കിലും ഉണ്ട് നമ്മളിവിടെ കിട്ടി. ഇപ്പോൾ നമ്മുടെ വെള്ളി വര എന്നറിയപ്പെടുന്ന ചുവർപ്പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തെക്കൻ അമേരിക്കയിലുള്ള പാമ്പുകളെ കുറിച്ചൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ പാമ്പിനെ കണ്ടാലാണ് ഇതിനെ തല്ലിക്കൊന്ന് അപ്പുറത്ത് കളഞ്ഞിട്ട് ഉടനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ പാമ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അവിടുത്തെ പാമ്പിൻ്റെ ഫോട്ടോ ഇട്ട് ഉടനെ ഈ പാമ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചേട്ടാ ഈ പാമ്പ് എൻ്റെ വീട്ടിൽ വന്നാണെന്ന് പറയുന്ന സമയം ഈ അടുത്ത ആൾ തൃശ്ശൂരുണ്ടായി പാമ്പിനെ. പിന്നെ ആ സ്ഥലത്ത് ഞാൻ പാമ്പിനെ കണ്ട സ്ഥലത്തിൻ്റെ ഫോട്ടോയും കൂടെ ഇട്ടാൽ പറഞ്ഞു. ഇട്ട സമയത്ത് രണ്ട് സ്ഥലം തമ്മിൽ ഒരു ആട്ടുകുട്ടി നമ്മൾ വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല, രണ്ട് സ്ഥലത്ത് നിങ്ങൾ ചെടികൾ തമ്മിൽ, അവിടുത്തെ ചെടിയും ഇവിടുത്തെ ചെടിയും തമ്മിൽ വ്യത്യാസം, മണ്ണിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിടയിൽ ഇത് ഇവിടെ അല്ല ഇവിടെയുള്ളത് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നെങ്കിൽ അത് വെള്ളി വരാനായിരിക്കാനാണ് സാധ്യത കൂടുതലെന്ന്. ഇപ്പോൾ നോക്കിയുള്ളൂ, ഇത് നീർക്കോലി, ഇതും കടിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ 3 പേരുണ്ട്, ഉണ്ടല്ലോ, 3 പേരുണ്ട്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇവരൊന്നും ഇവർക്കുള്ള ഫുഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ചെറിയ കുഞ്ഞ് സാധനം ഇവർ പരസ്പരം തിന്നും. ഇവർ പ്രജനനം എണ്ണം കൂടുതലായാലും കുറേയൊക്കെ ഇവർ തമ്മിൽ തിന്നങ്ങ് നശിക്കും. പിന്നെ നമുക്കറിയാം, ഭൂമിയിലുള്ള എല്ലാ ജീവികളും, ഒരുപാട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളിൽ 10% പോലും ഭൂമിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ നാച്ചുറലായിട്ട് ജീവിക്കില്ല. ബാക്കിയുള്ളതെല്ലാം കുറച്ച് പക്ഷികൾക്കും കുറച്ച് പരസ്പരമായിട്ടും കുറച്ച് തല്ലിക്കൊല്ലാൻ, ഇതിൻ്റെ ബാക്കിയൊക്കെ മാത്രമേ ജീവിക്കൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. ഇപ്പോൾ ഒരു 50 മുട്ടയിട്ട് വിരിയുന്ന ഒരു ഒരു മീനുണ്ടെങ്കിൽ 50 കുഞ്ഞുങ്ങളെ അവന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. 1-2 മാത്രം, അല്ലെങ്കിൽ 10-15 മാത്രം രക്ഷപ്പെടും. അതുപോലെയാണ് പാമ്പുകൾക്കും. ഇപ്പോൾ പക്ഷികളായിരുന്നാൽ പോലും, ഇപ്പോൾ എന്താ പറയുക, ഒരു മൂങ്ങ അല്ലെങ്കിൽ നായ അല്ലെങ്കിൽ കീരി, ഏത് ജീവി കുഞ്ഞുങ്ങളെ ഒരു ജോഡിക്കുള്ളിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ തള്ളയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ പരസ്പരം അങ്ങ് നശിക്കും, അവസാനം കുറേ ജീവിക്കും. ചെക്കേർഡ് കീൽബാക്ക് പൂർണ്ണമായും ഒരു ശുദ്ധജല ജീവിയാണ് നീർക്കോലി അഥവാ ചെക്കേർഡ് കീൽബാക്ക്. കുളങ്ങൾ, തോടുകൾ, കണ്ടങ്ങൾ തുടങ്ങിയവയിലും സമീപ പ്രദേശങ്ങളിലും കൂടുതലായി കാണുന്നു. പല നിറങ്ങളിൽ കാണപ്പെടുന്നു. വെനമില്ല. 1 മീറ്റർ വരെയാണ് സാധാരണ ശരീരനീളം. തല അണ്ഡാകൃതിയിലാണ് ഉണ്ടാവുക. മേൽചുണ്ടിൽ മധ്യത്തിലായി ലംബമായ ചെറിയൊരു വെട്ട് കാണാവുന്നതാണ്. ശരീരത്തിൽ കുത്തിട്ടതുപോലെയുള്ള അടയാളങ്ങൾ കാണാം. പെൺപാമ്പുകൾക്ക് ആൺ നീർക്കോലികളെക്കാളും ശരീരവലിപ്പം ഉണ്ടാകാറുണ്ട്. ജലത്തിനടിയിലൂടെയും ഉപരിതലത്തിലൂടെയും അതിവേഗത്തിൽ നീന്തുവാനുള്ള കഴിവുണ്ട്. പ്രധാന ഭക്ഷണം തവളകളും മത്സ്യവുമാണ്. മറ്റ് ചെറുജീവികളെയും ഭക്ഷിക്കുന്നു. മനുഷ്യർക്ക് നിരുപദ്രവകാരിയായ ജീവിയാണ് എങ്കിലും അപകടഘട്ടത്തിൽ പെട്ടെന്ന് പ്രകോപിപ്പിക്കപ്പെടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അപകടഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തുടരെ കടിക്കുന്ന സ്വഭാവമുണ്ട്. ആക്രമിക്കുന്നതിന് മുൻപ് ശരീരം അല്പം പരത്തി മണ്ണിൽ ചേർന്നിരിക്കുന്ന സ്വഭാവം കണ്ടുവരുന്നു. ജലാശയങ്ങളുടെ സമീപത്തുള്ള പൊത്തുകളിലാണ് മുട്ടയിടുക. 50 മുതൽ 75 വരെ മുട്ടയിടുന്നു. മുട്ട വിരിയുവാൻ 2 മാസക്കാലം എടുക്കുന്നു. മഴക്കാലമാകുമ്പോഴേക്കും വിരിയത്തക്ക വിധത്തിലാണ് മുട്ടയിടുക. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളെ ചുവർപ്പാമ്പിൻ്റെ പ്രതി ചുവർപ്പാമ്പ്, വാരിച്ചുരുട്ട, ഇംഗ്ലീഷിൽ വൂൾഫ് സ്നേക്ക് എന്നറിയപ്പെടും, ചെന്നായി തല എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ചെന്നായുടെ തലയുടെ ഷേപ്പിൽ, ഇദ്ദേഹത്തിൻ്റെ തലയുടെ ഷേപ്പ് വരുന്നതുകൊണ്ടാണ് ഇതിനെ ചെന്നായി തല എന്ന് വിളിക്കുന്നത്. ഇതിന് എൻ്റെ കയ്യിൽ വന്നിട്ട് 4 മുതൽ 8 വരെ മുട്ടയിട്ടിട്ടുണ്ട് ഈ ചുവർപ്പാമ്പുകൾ. പിന്നെ എന്നാൽ കറുത്ത വെള്ളി വരയൻ എന്നറിയപ്പെടുന്നത് 20ഓളം മുട്ടകൾ. വെള്ളി വരയൻ എന്നറിയപ്പെടുന്നത് ഇതിന് കുറച്ചുകൂടി സൈസുള്ള, വെള്ളിവര എന്നറിയപ്പെടുന്ന പാമ്പ് കുറച്ചൊരു സൈസുള്ള അതിഥി, അദ്ദേഹം 20ഓളം മുട്ടകൾ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, മുട്ട വിരിഞ്ഞിട്ടുണ്ട്. ഇത് 60-ലേറെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം മൂർഖൻ പാമ്പിനോട് നമ്മുടെ ഈ വർഷത്തെ യാത്രയിൽ തന്നെ 32, 36, 24 ഒക്കെ മുട്ടകൾ എനിക്ക് കിട്ടി. അപ്പോൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 60ഓളം മുട്ടകൾ എനിക്ക് കിട്ടി. 60ഓളം മൂർഖൻ നദിയുടെ മുട്ട, 60-ലേറെ മൂർഖൻ നദിയുടെ മുട്ടകൾ എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് അപൂർവമാണ്. ഇത് എൻ്റെ എന്താ പറയുക, എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ പാഠങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പാഠങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാനൊരിക്കൽ എപ്പോഴും പറയാണ്ട് അണലി എന്ന് പറഞ്ഞാൽ അത് ആലപ്പുഴയിൽ നിന്ന് പിടിക്കൊണ്ടാണ്. എനിക്ക് വന്നത് ആലപ്പുഴയിൽ എന്താ പറയുക, മാന്നാർ അടുത്താണോ അതേ എനിക്ക് വന്നത് നമ്മുടെ പുന്നപ്പുറയ്ക്ക് അടുത്താണോ എന്നല്ല, ഏകദേശം 10-15 വർഷം പഴക്കമുള്ള ഒരു അനുഭവമാണ്. അവിടെ നിന്ന് ഒരു അണലി കിണറ്റിക്കിടന്ന് കിട്ടി. അന്നൊക്കെ നമുക്കറിയാം, പാമ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രസവിക്കാറായതൊക്കെ അണയിൽ വെച്ചിട്ട് പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെയും തലയും കൂടെ പുറത്തേക്കിടും. കാരണം 2 കാരണങ്ങൾ. ഒന്ന്, പ്രസവിക്കാറാവുന്ന അണലിയെ നമ്മൾ കൊണ്ട് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് പ്രസവിക്കുമെന്നുള്ളതിനെ കൊണ്ട് നമ്മൾ തുറന്നിടുമ്പോൾ അത് പേടിച്ചിട്ട് സ്പീഡിൽ എഴഞ്ഞു പോകുന്ന സമയത്ത് വയറ് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് കുഞ്ഞുങ്ങളും മരിക്കും, തള്ളയ്ക്കും മരണം സംഭവിക്കും. അങ്ങനെ ഈ അടുത്ത കാലത്ത് എനിക്ക് പോത്തങ്കോട് ഇടയില്ല, പോത്തങ്കോട് ചെമ്പഴന്തിക്ക് അടുത്തതല്ലോ കല്ല് മാറ്റി നിന്ന് ജെസി വെച്ച് നിൽക്കുന്ന ഒരു അണലി പെട്ടെന്ന് സ്പീഡിൽ എറിഞ്ഞ് പോയി കല്ലിൻ്റെ ഇടയിലൊക്കെ അടിച്ചിട്ട് അപ്പോഴും കുഞ്ഞുങ്ങളെ പുറത്തേക്ക് തല്ലേ. കുഞ്ഞുങ്ങളിൽ 90%, അതായത് 30 കുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നു. അതിൽ മുഴുവൻ ഒരു 2-3 മാത്രം ജീവനോടെ കിട്ടിയ, ബാക്കി അത്രയും മരണപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വിരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം പുറത്തേക്ക് വിടുന്നു. ഇതായിരുന്നു എൻ്റെ നേരത്തെയുള്ള സംരംഭം. ഇപ്പോൾ പക്ഷേ ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്, വീട്ടിൽ വെക്കാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ തന്നെ
കൊണ്ട് കാട്ടിലേക്ക് തോന്നും. പക്ഷേ ഇതിൽ പ്രത്യേകത ഈ ഇരിക്കുന്ന നദികൾ നമ്മൾ 2-3 ദിവസം വെക്കേണ്ടതല്ല. ഇപ്പോൾ പോണ വഴിക്കാൻ നമുക്ക് ഏല പുഴയിലോ കവാട്ടിലോ എവിടെയും ധൈര്യമായിട്ട് തോന്നാം. കാരണം നീർക്കോലിയാണ്, നമ്മുടെ പരിസരത്ത് ജീവിക്കേണ്ടവയാണ്. ഇത് ചുവർപ്പാമ്പാണ്, നമ്മുടെ പറമ്പിനും പരിസരത്തൊക്കെ ജീവിക്കേണ്ടവയാണ്. ഏറ്റവും കാര്യം പാറ്റയൊക്കെ പല്ലി പിടിക്കുന്നു, പല്ലിയെ ഇവൻ പിടിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം നമുക്ക് എന്താ പറയുക പരസ്പര പൂരം. അതിന് മാത്രമല്ല നമുക്കൊരു സകുടുംബം എന്ന് നമ്മുടെ പല ഗ്രന്ഥങ്ങളും പറയുന്നത്. ഭൂമിയിലെല്ലാം ഒരുപോലെ ഒരു കുടുംബം പോലെ ജീവിച്ചാൽ മാത്രമേ എല്ലാം ഒരുപോലെ പോവുള്ളൂ. അപ്പോൾ ഇവയെല്ലാം നമുക്ക് നമ്മുടെ പരിസരത്ത് വേണം. അപ്പോൾ നമുക്ക് ചേര നമുക്കറിയാം. എനിക്ക് എൻ്റെ കയ്യിൽ 14 മുതൽ 28 മുട്ടകൾ എൻ്റെ കയ്യിൽ ചേര എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചേരയിട്ട് ചാക്കിലിട്ടിട്ടുണ്ട്. പെരുമ്പാമ്പ് 20 മുതൽ 24 വരെ മുട്ടകളിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഒരു പെരുമ്പാമ്പിനെ കൊണ്ടുവന്ന് നമ്മൾ വിളിച്ച് ഞാൻ അവിടെ ചെന്നൊരു 1000-1500 ഓല ഉണ്ടായിരുന്നു. പറമ്പിൽ അവർ തെങ്ങിൽ വെട്ടുന്ന ഓലയെല്ലാം ഇങ്ങനെ തോട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ അടുക്കി ഇടും. അപ്പോൾ അതെല്ലാം മാറ്റി വന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് തന്നെ 20-40 മുട്ടകളും 2 പെരുമ്പാമ്പ് അതിലുണ്ട്. അത് 2ൻ്റെയും മുട്ടയാണ് അടുത്തടുത്ത് ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 1 അടി വ്യത്യാസത്തിലായിരുന്നു ഈ 2 മുട്ടകളും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കണം. ചേട്ടാ ഒരു ബോട്ടിൽ തരാമോ? ആ ബോട്ടിൽ ഇങ്ങനെ നീ കൊണ്ടുവന്നായി പിടിച്ചോണം. അങ്ങനെ പിടിച്ചോണം. തിരിഞ്ഞ് ഇവിടെ വരണം. അങ്ങനെ പിടിച്ചോണം. അപ്പോൾ നമ്മൾ 3 നീർക്കോലിയുടെ കുഞ്ഞ്, ഇത് ചുവരപ്പാമ്പ്. അത് ഇതിനെ കടിക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അത് എന്തായാലും എനിക്ക് ഇത് കണക്കുള്ള കടിയെല്ലാം കൂടെ കണക്ക് കൂട്ടണമെങ്കിൽ ലക്ഷക്കടിയായിക്കണം. ഇനി അത് മതിയോ? ഏറ്റവും കൂടുതൽ കടി കിട്ടിയ അതുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ കുറേ കഥകളുണ്ടാവും. ഇത് പിന്നെ കടിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പുള്ളിയെ കൊണ്ട് കുപ്പിയെ പിടിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അടച്ചു. സന്തോഷം. അപ്പോൾ ഒരാളിൻ്റെ കൂടെ പേടി മാറ്റാൻ കഴിയും നമുക്ക്. സന്തോഷം. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയാമല്ലോ. സാധനം പറഞ്ഞാൽ എൻ്റെ പണി അറിയാമല്ലോ. മേശരി പണിയായിരുന്നു. അതിൽ ആശാരിപ്പണി വരും, പ്ലംബിങ് വരും, പെയിൻറ്റിങ് വരും, എല്ലാം വരും. തട്ടിൻ്റെ പണി വരും, കമ്പി പണി എല്ലാം വരും. എല്ലാം സ്വന്തമായിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സാറിൻ്റെ വീട്ടിൽ പണി ചെയ്തുകൊണ്ട് സാധനങ്ങൾ ഷിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ 3 നീർക്കോലി അതിഥിയുടെയും ഒരു ചുവർപ്പാമ്പ് അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 5 പേരുടെ, ഇത് 4 ഞങ്ങളുടെ 5 പേരുടെ നന്ദി. നമസ്തേ.